നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നടുക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. കവടിയാർ കൊട്ടാരത്തിൽ വൻ മോഷണം നടന്നിരിക്കുന്നു. ഏകദേശം 2 കോടിയോളം വിലമതിക്കുന്ന അമൂല്യമായിട്ടുള്ള രത്നങ്ങളടക്കം പതിച്ചിട്ടുള്ള ആഭരണങ്ങളാണ് ഇപ്പോൾ കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കാണാതായിരിക്കുന്നത് എന്നുള്ള നടുക്കുന്ന വാർത്ത പുറത്തുവരുന്നത്. തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ 2 കോടി രൂപയോളം വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും വജ്രശേഖരവുമാണ് ഇപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് കാണാതായിരിക്കുന്നതായി പരാതി ഉയർന്നത്. സംഭവത്തിൽ പേരൂർക്കട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2 കോടി രൂപ വിലമതിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളാണ് കൊട്ടാരത്തിൽ നിന്നും മോഷണം പോയിരിക്കുന്നത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് കാണാതായിരിക്കുന്നത്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വളരെ അമൂല്യമായിട്ടുള്ള പുറത്തുനിന്ന് എത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് കൈമാറി വരുന്ന കൊട്ടാരത്തിലെ അമൂല്യമായിട്ടുള്ള ആഭരണങ്ങളാണ് കാണാതായിരിക്കുന്നത്. FIRൽ മോഷണം പോയ വസ്തുക്കളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓറഞ്ച് നിറത്തിലുള്ള പവിഴവും സ്വർണ്ണമുത്തും ഇടകലർന്ന സ്വർണ്ണ ചെയിൻ ഏകദേശം 1/2 പവൻ, പിച്ചിപ്പൂ പൊട്ട് ഡിസൈനിലുള്ള സ്വർണ്ണ പാദസരം 3 പവൻ, കറുത്ത മുത്തും സ്വർണ്ണമുത്തും ഇടകലർന്ന പാദസരം 2 പവൻ, വീതിയുള്ള ഇല ഡിസൈനോട് കൂടിയ 2 വളകൾ 4 പവൻ, വീതി കുറഞ്ഞ 2 സ്വർണ്ണ പിരിവള 3 പവൻ, കുഞ്ച ചുവപ്പ് കല്ല് പതിപ്പിച്ച വലിയ 2 കമ്മലും തൂക്കും, പച്ച ഇനാമൽ 2ലെയും നടുക്ക് വെള്ള ഇനാമൽ ശംഖും പതിച്ച സ്വർണ്ണ പതക്കവും സ്വർണ്ണ പിരിച്ചെയിനും 2.5 പവൻ, സ്വർണ്ണ കുഴിമിന്നുമാല 5 പവൻ, 8 ലക്ഷം രൂപ വില വരുന്ന പച്ച കല്ല് പതിച്ച നാഗപട കമ്മലും മാലയും പതക്കവും, സ്വർണ്ണ കമ്മലും ഇല ഡിസൈനോട് കൂടിയ മാട്ടയും 2 പവൻ, റൂബി കല്ലുകളും ഡയമണ്ടുകളും പതിച്ച വീതിയുള്ള 2 ഒഴുക്കൻ വള 6 പവൻ, നേർത്ത ചെയിനിൽ പത്മനാഭസ്വാമിയുടെ ചിത്രം ആലേഖനം ചെയ്ത സ്വർണ്ണ പതക്കവും ചെയിനും 1 പവൻ, 1 പവൻ വീതം തൂക്കം വരുന്ന 5 കുതിരപ്പവൻ നാണയങ്ങൾ എന്നിവ ഉൾപ്പെടെ 2 കോടിയോളം രൂപ വില വരുന്ന മുതലുകൾ മോഷണം പോയിട്ടുണ്ട്. കൊട്ടാരത്തിൽ മോഷണം പോയി എന്ന് പറഞ്ഞ് അത്തരത്തിലൊരു കേസ് എടുക്കുക അല്ലെങ്കിൽ കേസുകൾ വരുന്നത് തന്നെ വളരെ അപൂർവമാണെന്നാണ് പറയുന്നത്. പലപ്പോഴും കൊട്ടാരവുമായി ബന്ധപ്പെട്ട ഭൂമി കേസുകൾ അത് പലപ്പോഴും വരാറുണ്ട്. അതൊഴിച്ച് ഇത്തരത്തിലുള്ള മോഷണം പോയി കൊട്ടാരത്തിലുള്ള അമൂല്യ വസ്തുക്കൾ മോഷണം പോയി എന്നുള്ള പരാതികൾ മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് രാജ കുടുംബാംഗങ്ങൾ നേരിട്ട് കേസ് എടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്യുന്ന രീതിയിലുള്ള കേസുകളൊക്കെ വരുന്നത് വളരെ അപൂർവമായിട്ടുള്ള കാര്യമാണ്. കുടുംബത്തിലെ തന്നെ മുതിർന്ന അംഗമായിട്ടുള്ള അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായിയുടെ പരാതിയിലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. വളരെ അമൂല്യമായിട്ടുള്ള വസ്തുക്കളാണ് കാണാതായിരിക്കുന്നത്. അതും കൊട്ടാരത്തിലുള്ള ഇരുമ്പ് അലമാരയിലാണ് ഇത് സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഈ ഒരു സ്വർണം കാണാതായിട്ടുണ്ട് എന്നുള്ള ഒരു സംശയം ആദ്യം വരുന്നത് 2025 ഒക്ടോബർ നവംബർ മാസത്തിലാണ്. അന്ന് കൊട്ടാരത്തിലുള്ളവർ ബംഗളൂരിൽ പോകുന്നതിന് മുൻപായി അലമാര തുറന്ന് നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ ആഭരണം ആ ഇരുമ്പ് അലമാരയ്ക്കുള്ളിൽ ഈ പറയുന്ന തരത്തിലുള്ള ആഭരണങ്ങൾ അവിടെ ഇല്ല, അത് നഷ്ടമായതായി കണ്ടെത്തിയത്. പിന്നീട് അതിന് 10 ദിവസം മുമ്പ് തന്നെ ഈ ആഭരണം പുറത്തെടുത്ത് അടുക്കി വെച്ചിരുന്നു എന്ന് തന്നെ കൊട്ടാരത്തിലെ കുടുംബാംഗങ്ങൾ പറയുന്നു. തുടർന്ന് ബംഗളൂരു യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം കൊട്ടാരത്തിലുള്ളവർ തന്നെ മറ്റും മാറ്റിവെക്കുകയോ അത് ധരിക്കാൻ എടുക്കുകയോ ചെയ്തു എന്ന് കരുതിയാണ് അപ്പോൾ ഒരു പരാതി എടുത്തു ചാടി നൽകാതിരുന്നത്. പ്രത്യേകിച്ച് കൊട്ടാരത്തിലുള്ള അമൂല്യ വസ്തുക്കളാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാണാതായി എന്നുള്ള പരാതികൾ നൽകുമ്പോൾ അത് വളരെ കൃത്യത ആർന്നിട്ട് അതിനെക്കുറിച്ചുള്ള സൂക്ഷ്മ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമാണ് നൽകാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഒന്നും പെട്ടെന്നൊരു പരാതി നൽകിയില്ല. പിന്നീട് കുടുംബാംഗങ്ങൾ ബംഗളൂരു യാത്ര നടത്തിയതിനു ശേഷം തിരിച്ചു വന്ന് കൊട്ടാരത്തിൽ വീണ്ടും ഇത്രയും മാസങ്ങളായിട്ട് പല ഭാഗങ്ങളിലും പരിശോധന നടത്തിയിട്ടും ഈ ആഭരണങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്നാണ് 2 ദിവസം മുമ്പ് FIR രജിസ്റ്റർ ചെയ്തത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. പരമ്പരാഗതമായിട്ട് കൈമാറി വരുന്ന ആഭരണങ്ങളാണ്. പോലീസ് കൊട്ടാരത്തിൽ പോയി സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം
ഈ ഒരു കമ്മീഷണർക്കടക്കം നേരിട്ട് പരാതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ഇത് വളരെ രഹസ്യമായിട്ടൊരു അന്വേഷണം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. കൊട്ടാരത്തിൽ പോയി അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിച്ചു, പലരുടെയും സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. അപ്പോഴാണ് രാജകുടുംബാംഗങ്ങൾ ഒന്നും തന്നെ ഇതിൽ അവരാരും തന്നെ ഈ ആഭരണങ്ങൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. പിന്നീട് പുറത്തു നിന്നുള്ള ആരോ ആണ് കവർച്ച നടത്തിയിരിക്കുന്നത് എന്നുള്ളത് ബോധ്യമായിട്ടുണ്ട്. വളരെ ഗൗരവമായി തന്നെയാണ് പരാതി ഇതിനെ കാണുന്നത്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 173 വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 305 പ്രകാരം മോഷണ കുറ്റത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. പേരൂർക്കട സബ് ഇൻസ്പെക്ടർ ജഗ്മോഹൻ ദത്തൻ ആറാണ് കേസ് അന്വേഷിക്കുന്നത്. കൊട്ടാരത്തിനുള്ളിൽ കടക്കാൻ അനുവാദമുള്ളവരെയോ കൊട്ടാരവുമായി ബന്ധമുള്ളവരെയോ കേന്ദ്രീകരിച്ചാണ് ഇനി ആദ്യഘട്ട അന്വേഷണം പുരോഗമിക്കുന്നത്. കാരണം ഈ കൊട്ടാരത്തിനുള്ളിൽ എപ്പോഴും ആർക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഇടമല്ല. എപ്പോഴും വലിയ സുരക്ഷയും മറ്റും കാര്യങ്ങളുണ്ട്. ഈ കൊട്ടാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് അവിടെ അനുവാദമുണ്ടെങ്കിൽ കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. പുറമേ നിന്ന് അതുവഴി പോയിട്ടുള്ളവർക്ക് അറിയാം, പുറമേ നിന്ന് മാത്രമേ കൊട്ടാരത്തെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യഘട്ട അന്വേഷണം കൊട്ടാരത്തിനുള്ളിൽ കടക്കാൻ അനുവാദമുള്ളവരെയോ അല്ലെങ്കിൽ കൊട്ടാരവുമായി വന്നു പോകുന്ന ബന്ധമുള്ളവരെയോ കേന്ദ്രീകരിച്ചാണ് നടക്കുക. വൻ ദുരൂഹതയാണ് സംഭവത്തിലുള്ളത്. 14 രാവിലെയാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി എത്തിയത്. FIRലെ മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? മോഷണം നടന്ന സമയം 2025 ഒക്ടോബർ മാസത്തിനും നവംബർ മാസത്തിനും ഇടയിലുള്ള ഏതോ സമയം. സ്ഥലം കവടിയാർ കൊട്ടാരത്തിലെ പരാതിക്കാരിയുടെ കിടപ്പുമുറിയിലുള്ള ഇരുമ്പ് അലമാരയിൽ നിന്ന്. പരാതി നൽകാൻ വൈകിയ കാരണം ആഭരണങ്ങൾ എവിടെയെങ്കിലും മാറി വെച്ചതാകാമെന്ന് കരുതിയതിനാലാണ് വിവരം അറിയിക്കാൻ താമസിച്ചത്. നിയമ നടപടി ഭാരതീയ ന്യായ സംഹിത 2023 സെക്ഷൻ 305 പ്രകാരം പേരൂർക്കട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വളരെ ഗൗരവമായിട്ട് തന്നെയാണ് കേസ് അന്വേഷണം നടക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ പരാതി വന്നിട്ടുണ്ട്, പക്ഷേ ഏകദേശം 2025 ഒക്ടോബർ നവംബർ മാസത്തിലാണ് കാണാതായി ഇരിക്കുന്നത് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ സൂക്ഷ്മ പരിശോധന തന്നെ പോലീസിനെ ഇതിൽ നടത്തേണ്ടിയിരിക്കുന്നു. പലതരത്തിലുള്ള അമൂല്യമായിട്ടുള്ള പത്മനാഭസ്വാമിയുടെ അടക്കം ചിത്രം രൂപമാലേഖനം ചെയ്തിട്ടുള്ള ലോക്കറ്റ് അടക്കമുള്ള വളരെ അമൂല്യമായിട്ടുള്ള പരമ്പരാഗതമായിട്ട് കൊട്ടാരത്തിൽ കൈമാറി വരുന്ന ആഭരണങ്ങളാണ് കാണാതായിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഗൗരവം അതിലേറെ വലുതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഉന്നത പോലീസ് സംഘത്തെ നിയോഗിച്ചിട്ട് അന്വേഷണം അവിടെ പുരോഗമിക്കുന്നത്.